നമസ്കാരം. കണ്ണൂർ എസ്.എൻ. പാർക്ക് നന്ദനം അപ്പാർട്ട്മെന്റിലെ ലാവണ്യ ആൽബിയും കുടുംബവും കശ്മീരിലെ ഭീകരാക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാഴിഴയ്ക്ക്. ചെറിയൊരു തീരുമാനമില്ലായിരുന്നുവെങ്കിൽ ഈ കുടുംബവും ഭീകരരുടെ തോക്കിന് മുന്നിൽ അകപ്പെട്ടേനെ. ഏതായാലും അത്ഭുതകരമായ രക്ഷപ്പെടലിന്റെ കാരണം അവർ തുറന്നു പറയുകയാണ്. ഉച്ചഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചതാണ് ലാവണ്യയും കുടുംബത്തെയും രക്ഷിച്ചത്. വസ്ത്രവ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന ലാവണ്യയും ഭർത്താവ് ആൽബി ജോർജും മക്കളായ അനുഷ്കയും അവന്തികയും അനന്തികയും അടങ്ങുന്ന കുടുംബവും ബന്ധുക്കളും ഈ മാസം 19-നാണ് കശ്മീരിലെത്തിയത്. കച്ചവട ആവശ്യത്തിന് വസ്ത്രം വാങ്ങുകയായിരുന്നു പ്രധാന ലക്ഷ്യം. ഇതിനൊപ്പം വിനോദസഞ്ചാരവും പ്ലാനിലുണ്ടായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 10:30ഓടെയാണ് ശ്രീനഗറിൽ നിന്ന് പെഹൽഗാമിലേക്ക് തിരിച്ചത്. ഉച്ചയോടെ എത്തി. 2 ദിവസം ഉച്ചഭക്ഷണം ഒഴിവാക്കിയിരുന്നു. എന്നാൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. ഹോട്ടലിൽ തിരക്കായതിനാൽ ഭക്ഷണം കിട്ടാനും കഴിക്കാനും വൈകി. അതുകൊണ്ട് മാത്രം ആ സമയം അവർ ആ കുന്നിൻ മുകളിൽ ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കാതെ പോയിരുന്നുവെങ്കിൽ ആക്രമണം നടക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടാകുമായിരുന്നുവെന്ന് ലാവണ്യ തിരിച്ചറിയുന്നു. ഭക്ഷണം കഴിച്ച ശേഷം ഉച്ചയ്ക്ക് 2:30-ന് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന താഴ്വരയിലേക്ക് പോയി. അപ്പോൾ കണ്ട കാഴ്ച ഞെട്ടലായി. ഭീതിയിൽ താഴെ ഇറങ്ങി വരുന്നവരെയാണ് കണ്ടത്. 200ഓളം കുതിര സവാരിക്കാരും വാഹനങ്ങളും കുതിച്ചു വരുന്നതാണ് കണ്ടത്. ആക്രമണം നടന്നതറിഞ്ഞ് ആ ഭാഗത്ത് നിന്ന് മടങ്ങുകയായിരുന്നു ഇവർ. 1 മണിക്കൂറോളം ഗതാഗത തടസ്സമുണ്ടായി. ഇതോടെ അവർ വഴിമാറി. അപ്പോഴും സംഭവത്തിന്റെ തീവ്രത ഇത്രയും വലുതാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല എന്ന് ലാവണ്യ പറയുന്നു. ആൽബിയുടെ അച്ഛൻ ടി.ആർ. ജോർജും അമ്മ കുഞ്ഞമ്മയും ബന്ധുക്കളും കൂടെയുണ്ടായിരുന്നു. പെഹൽഗാമിലെ ഹോട്ടലിലാണ് അവർ കഴിയുന്നത്. വെള്ളിയാഴ്ച രാത്രി മടങ്ങും. അങ്ങനെ അവർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അതേസമയം ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിൽ നടപടി ആരംഭിച്ചു. രാമചന്ദ്രൻ തിങ്കളാഴ്ചയാണ് കശ്മീരിലേക്ക് പോയത്. മകളുടെ മുന്നിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് മകൾ ദുബായിൽ നിന്ന് നാട്ടിലെത്തിയത്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് കുടുംബാംഗങ്ങൾ സുരക്ഷിതരാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. കൊല്ലപ്പെട്ട 28 പേരുടെ മൃതദേഹങ്ങൾ ശ്രീനഗറിൽ എത്തിച്ചു. പോസ്റ്റ്മോർട്ടം ശ്രീനഗറിൽ തന്നെ നടത്തും. മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ 2 ദിവസം വരെ കാലതാമസം എടുത്തേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. 27 പുരുഷന്മാരും 1 സ്ത്രീയും കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. ആക്രമണത്തിൽ പരിക്കേറ്റ 10-ലധികം പേർ ചികിത്സയിലുണ്ട്. ഒരു നേപ്പാൾ സ്വദേശിയും UAE പൗരത്വമുള്ള ഇന്ത്യൻ വംശജനും കൊല്ലപ്പെട്ടവരിലുണ്ട്. ഭീകരർക്കായി സുരക്ഷാ സേനയും ജമ്മു കാശ്മീർ പോലീസും സംയുക്ത തെരച്ചിൽ തുടരുകയാണ്. പഹൽഗാം, ബൈരൻ, ആനന്ദ്നാഗ് മേഖലകളിലാണ് പരിശോധന. അതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിക്ക് പുറമെ UPയിലും സുരക്ഷ കൂട്ടി. വിനോദസഞ്ചാര മേഖലകളിൽ നിരീക്ഷണം കർശനമാക്കും.